അടുത്തതായി നമുക്ക് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. നമുക്കതിനായിട്ട് പോളിഗൺസ് കൺസിഡർ ചെയ്യാം. ഈ പോളിഗൺസിൻ്റെ സൈഡ്സ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ അതൊരു സർക്കിളിനോട് ക്ലോസർ ആയിട്ട് വരും. ഇനി ഓരോ ജസ്റ്റ് പ്രിസംസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കുലർ പ്രിസം, റെക്റ്റാങ്കുലർ പ്രിസം, അങ്ങനെ ഓർഡറിൽ കൺസിഡർ ചെയ്യാം. അവയുടെ ബേസിലുള്ള പോളിഗൺസിൻ്റെ സൈഡ്സ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഈ പ്രിസംസ് സിലിണ്ടറിനോട് സിമിലർ ആയിട്ട് വരും. ഇനി ഈ പ്രിസംസിൻ്റെ ബേസ് ഏരിയാസ് നമ്മൾ P1, P2 അങ്ങനെ ഓർഡറിൽ എടുത്ത് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ നമുക്ക് C എന്നെടുക്കാം. ഇനി എല്ലാ പ്രിസങ്ങളുടെയും ഹൈറ്റ് നമ്മൾ H ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിസങ്ങളുടെ വോളിയം എങ്ങനെയാണ് പറയുക? P1H, P2H, P3H അങ്ങനെ പോകും. ഈ P1H, P2H, P3H എന്തിനോട് ക്ലോസർ ആയിട്ട് വരും? CHനോട് ക്ലോസർ ആയിട്ട് വരും. അതായത് C എന്ന് പറയുന്നത് ബേസ് ഏരിയ ഓഫ് സിലിണ്ടറും H ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറും. ദാറ്റ് ഈസ് വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് ഏരിയ ഇൻറ്റു height.